ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പരിപ്പ് പ്രഥമനാണ് ഞാൻ കാണിച്ചു തരുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് കാണിച്ചു തരുന്നത്. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഓർഡർ എടുത്തിട്ട് ഒരു 100 പേർക്കെല്ലാം എളുപ്പത്തിൽ തന്നെ പായസം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഇന്ന് 50 പേർക്കാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് 100 പേർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിന് ഡബിൾ എടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1 കിലോ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. മീഡിയം തീയിൽ വെച്ച് ഒരു 5 മിനിറ്റ് വറുത്തെടുക്കണം. നല്ലപോലെ ഗോൾഡ് കളർ ആവണം, കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പായസം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, പരിപ്പ് വേവിക്കുന്ന സമയം നല്ല കെയറോട് കൂടി വറുത്തെടുക്കണം. കരിഞ്ഞു പോകാനും പാടില്ല. ഫുള്ള് സ്പീഡിൽ തീ വെച്ചിട്ട് പെട്ടെന്ന് വറുത്തെടുക്കാനും പാടില്ല. എന്നിട്ട് ചൂടാറിയതിന് ശേഷം പരിപ്പ് കഴുകിയെടുക്കണം. ചൂടോട് കൂടി കഴുകിയെടുക്കാൻ പാടില്ല. എന്നിട്ട് വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടി ഒരു അരിപ്പയിലിട്ട് വെക്കണം. വെള്ളം വാർന്നു പോയതിന് ശേഷമാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് കഴുകി വെള്ളം വാർന്നു പോകാൻ വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഇതിലേക്ക് 9 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ 4 കപ്പായിരുന്നു പരിപ്പുണ്ടായിരുന്നത്. 9 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി മീഡിയം തീയിൽ 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇത് 1 കിലോ പരിപ്പുണ്ട്. ഇനി 1/2 കിലോ ഒക്കെ ആണെങ്കിൽ 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ ബെല്ലം എടുത്തിട്ടുണ്ട്. 2 കിലോ ബെല്ലമാണ് എടുത്തിട്ടുള്ളത്. 2 കിലോ ബെല്ലത്തിന് 2 കപ്പ് വെള്ളം. പിന്നെ വെല്ലം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ബ്രൗൺ കളറുള്ള ബെല്ലം കിട്ടിയെങ്കിൽ വാങ്ങണം. എൻ്റേത് മഞ്ഞ കളറുള്ള ബെല്ലമാണ്. അതുകൊണ്ട് പായസത്തിന് നല്ല കളർ കിട്ടില്ല. എന്നിട്ട് ഫുള്ള് മെൽറ്റായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കാം. പരിപ്പ് വിസിലെല്ലാം ഓഫാക്കി സ്റ്റീമെല്ലാം പോയതിന് ശേഷം ഞാൻ തുറന്നു. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചൂടോട് കൂടി തന്നെ ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കണം. ജ്യൂസ് പോലെ ഫുള്ളായിട്ട് ഉടച്ചെടുക്കണ്ട, അല്പം തരി വേണം. എന്നിട്ട് ചൂടോട് കൂടി തന്നെ ഈ ശർക്കര പാനി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ പറയുന്ന വെള്ളത്തിൻ്റെ കണക്കെല്ലാം കറക്റ്റായിട്ട് എടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഞാൻ കൂടുതൽ സമയമൊന്നും വെച്ചിട്ടില്ല. കറക്റ്റ് ടൈം നോക്കിയിട്ട് മീഡിയം തീയിൽ 1/2 മണിക്കൂർ വെച്ചു. ഞാൻ പായസത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും ഏലക്കയും ചെറിയ ജീരകവും പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പം 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. 15 ഏലക്ക, 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത് ഇത്രയും നന്നായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ 5 പാക്കറ്റ് പാല്, അതായത് 2.5 ലിറ്റർ. ഇത് തേങ്ങാപ്പാലിലാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഇപ്പോൾ തണുപ്പ് കാലമായതുകൊണ്ട് തന്നെ തേങ്ങാപ്പാലാകുമ്പോൾ ഒരു പിരിഞ്ഞ പോലെല്ലാം ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പായസം ഉണ്ടാക്കാൻ എളുപ്പമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് ആദ്യം തന്നെ തിളപ്പിച്ചെടുക്കണം. ഡയറക്റ്റായിട്ട് പരിപ്പിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണ്ട, തിളപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം. ഇനിയുണ്ടല്ലോ, തിളച്ച പാലിലേക്ക് നമ്മൾ വേവിച്ച് നല്ലപോലെ ഉടച്ച് വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കണം. പിന്നെ പരിപ്പ് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ശർക്കര ഒഴിക്കണം. ശർക്കര ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പരിപ്പ് വേവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. വെല്ലം ചേർത്തുണ്ടാക്കുന്ന പായസം ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ച് ചേർത്താൽ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ചുക്ക് പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഉപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ചില ശർക്കരയിലുണ്ടല്ലോ നല്ലപോലെ ഉപ്പിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാകുമ്പോൾ ഉപ്പ് ചേർക്കുന്നത് കുറച്ചാൽ മതി. ഇനി നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കണം. കൂടുതൽ ജോലിയില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന കിടിലൻ പായസം റെസിപ്പിയാണിത്. ശരിക്കും പറഞ്ഞാൽ പ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ സമയം വരട്ടി നല്ല പോലെ മെനക്കെട്ടിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. അതേ ടേസ്റ്റ് തന്നെ ഈ പായസത്തിന് കിട്ടും. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക്. ഇനി കുറച്ച് നെയ്യ് ചൂടാക്കി അതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് നല്ല പോലെ മൂപ്പിച്ചെടുക്കണം. ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരു കൈയിലാണ് വീഡിയോ എടുക്കുന്നത്. ഒരു കൈ മാത്രമേ എനിക്കിതെല്ലാം ഇളക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ വിചാരിച്ച രീതിയിൽ എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇതെല്ലാം കോരി മാറ്റി അതേ നെയ്യിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. ഞാൻ ചെറിയൊരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ 1 കിലോ പരിപ്പുണ്ട്, അതുകൊണ്ട് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങാൻ്റെ അളവ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു മുറിയായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട്
ലൈറ്റ് ഗോൾഡ് കളർ ആവുന്ന രീതിയിൽ മീഡിയം തീയിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കണം. തീ കൂട്ടിക്കൊടുക്കേണ്ട, ആ കാര്യം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പായസം ഉണ്ടല്ലോ, അതിലേക്ക് തേങ്ങാക്കൊത്തും കാഷ്നട്ടും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി പായസമാണ്. ഞാൻ പറഞ്ഞ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കുക. എനിക്കിതൊരു ഓർഡർ കിട്ടിയ പായസമാണ്. അവരെല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന പരിപ്പുണ്ടല്ലോ, പരിപ്പിൻ്റെ ഇരട്ടിയാണ് ശർക്കര ചേർക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. 1 കിലോ പരിപ്പിന് 2.5 ലിറ്റർ തേങ്ങാപ്പാലാണെങ്കിലും ശരി, അതേപോലെ പശുവിൻ പാലാണെങ്കിലും ശരി 2.5 ലിറ്ററാണ് എടുക്കേണ്ടത്. വെള്ളത്തിൻ്റെ അളവുണ്ടല്ലോ, പരിപ്പ് വേവിക്കുന്ന സമയത്തും വെള്ളം മെൽറ്റാക്കുന്ന സമയത്തും ഞാൻ എത്രയാണോ പറഞ്ഞത് അത്ര മാത്രം ചേർക്കുക. പായസമെല്ലാം ഓഫാക്കി തണുത്ത് കഴിയുമ്പോൾ നമ്മൾ കുടിക്കുന്ന രീതിയിൽ നല്ല കട്ടിക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും അതേപോലെ നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതേപോലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും എനേബിൾ ചെയ്യണം. അപ്പോൾ 100 പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ അളവ് എടുത്താൽ മതി. ഈ ധൈര്യമായിട്ട് നിങ്ങൾ 100 പേർക്കോ 200 പേർക്കോ ഓർഡർ എടുത്തിട്ട് റെഡിയാക്കി കൊടുത്തതിന് ശേഷം കമൻ്റ് അറിയിക്കുക.